ഹലോ നമസ്കാരം. അപ്പം ഞാൻ ഉണ്ടല്ലോ ഇന്നൊരു മാർക്കറ്റ് വിസിറ്റ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ ദമാമ ടൊയോട്ട ഏരിയയിലുള്ള മാർക്കറ്റിലാണ് പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ പോയത് ഫിഷ് മാർക്കറ്റിലാണ്. രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ ഫിഷ് മാർക്കറ്റ് ഓപ്പൺ ആണ്. ഇവിടെ ഒരുപാട് കൗണ്ടേഴ്സ് ഉണ്ട്. നമ്മൾ മലയാളീസിൻ്റെ അടുത്ത് നിന്നാണ് കേട്ടോ മീൻ വാങ്ങിയത്. നല്ല അഫോർഡബിൾ ആയിട്ട് നല്ല ഫ്രഷ് മീൻ ഇവിടെ കിട്ടുവേ. നമ്മളെ വീടിൻ്റെ തൊട്ടടുത്താണെങ്കിലും നമ്മൾ അധികം മാർക്കറ്റിലേക്ക് അങ്ങനെ പോകാറില്ല. പക്ഷേ ഇനി മുതൽ എല്ലാ ആഴ്ചയും പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരാഴ്ചത്തേക്കൊക്കെ നല്ല മീനുകൾ ഇവിടുന്ന് വാങ്ങാനായിട്ട് സാധിക്കും. ഞങ്ങൾ 2-3 തരം മീനൊക്കെ അവിടുന്ന് വാങ്ങി അങ്ങനെ അവിടുന്ന് ഇറങ്ങി കേട്ടോ. ഇനി അടുത്തായിട്ട് നമ്മൾ പോകുന്നത് എഗ്ഗും ചിക്കനൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ. ഇവിടുത്തെ എഗ്ഗ് നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചെന്നാൽ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ ഫുൾ ചിക്കൻ അല്ലാണ്ട് ചിക്കൻ്റെ പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ചിക്കൻ ബ്രസ്റ്റ്, നഗറ്റ്സ്, ഫില്ലറ്റ്സ് എല്ലാം കിട്ടുവേ. നല്ല ഫ്രഷ് സാധനങ്ങൾ കിട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചിക്കന് പല തൂക്കത്തിലുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് അവിടെ കൊടുത്താൽ അവർ കട്ട് ചെയ്തും തരുവേ. അപ്പോൾ നമുക്ക് വീട്ടിൽ വന്നാൽ അധികം പണിയില്ലല്ലോ. അങ്ങനെ നമ്മൾ അവിടുന്ന് എഗ്ഗും ചിക്കനൊക്കെ എടുത്തു അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി അടുത്തായിട്ട് നമ്മൾ പോകുന്നത് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ വാങ്ങാനായിട്ടാണ്. വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഇവിടെ ഭയങ്കര ഫ്രഷും അതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കടയാണ് കേട്ടോ. അത് 33 കൗണ്ടറിലാണ് നമ്മളെപ്പോഴും വെജിറ്റബിൾസ് വാങ്ങുന്നത്. നമ്മുടെ നാട്ടുകാരനും കൂടെയാണ് കേട്ടോ അവിടെ എടുത്തു തരുന്നൊരു ചേട്ടൻ. നാട്ടിലത്തെ എല്ലാ വെജിറ്റബിൾസും അവിടെ കിട്ടും. കൂർക്ക, പയർ, അതുപോലെ കോവയ്ക്ക എപ്പോൾ പോയാലും നമുക്ക് കിട്ടും കേട്ടോ. പടവലങ്ങ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. ഇങ്ങനെ ചെറിയ ചെറിയ പാക്കറ്റ്സിലാക്കി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എത്രയാണോ കൂടുതലോ കുറവോ വേണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ അവർ തരും കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മുടെ വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ ഒരു വ്യൂ. നമ്മൾ പോയ സമയത്ത് അധികം തിരക്കില്ല. അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ നാട്ടുകാരൻ ചേട്ടനെ. അപ്പോൾ നാട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളും കേൾക്കാം. അങ്ങനെ അവിടുന്ന് നല്ല പച്ചക്കറികളും കിട്ടും. അപ്പോൾ ഒരാഴ്ചത്തേക്കൊക്കെ നമുക്ക് നല്ല ലാഭത്തിൽ പച്ചക്കറി വാങ്ങാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടുന്ന് നമ്മൾ ഇറങ്ങി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.